ഹായ് ചങ്ങാതിമാരെ, ഇത് കണ്ടോ? മണിമുല്ലയുടെ കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, എൻ്റെ മണിമുല്ല നിറച്ച് പൂക്കളായി. എന്തോരം ഭംഗിയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? നിറച്ച് പൂത്തലഞ്ഞു. ഇതിലെല്ലാം തേനീച്ച വന്നിരിപ്പുണ്ട്. നമ്മൾ ഇച്ചിരി ദൂരേന്ന് വരുമ്പോഴേ ഇതിൻ്റെ സ്മെല്ല് നല്ല മണമാണ്, സുഗന്ധം പരത്തുന്ന നല്ല മണമാണ്. ഇപ്പോൾ കണ്ടോ, തേനീച്ച ഞാൻ കാണിക്കാം. ദേ കണ്ടോ, കണ്ടില്ലേ തേനീച്ച പറക്കുന്ന കണ്ടോ? തേൻ കുടിക്കാൻ വന്ന നല്ല മണവുമാണേ. എന്തോ മണമെന്നറിയോ, ഈ പരിസരത്തോട്ട് വരുമ്പം തന്നെ നല്ല മണമാണ്. നോക്കേ, ദേ കണ്ടോ? ഇതാ അടുത്ത് നോക്കിക്കേ, എന്തോ രസമാണെന്നറിയോ. മഞ്ഞ് പെയ്ത പോലൊക്കെ നോക്കിക്കേ, എന്നാ ഭംഗിയാ. ആഹാ, എന്തൊരു മണമെന്നറിയോ, നല്ല സുഗന്ധം പടർത്തുന്നു. ഇത് കുറേ നാളത്തെ നമ്മുടെ സ്വപ്നമാണ്. ഇതിൽ പൂവുണ്ടാകണം, മൊട്ടുണ്ടാകണം, പൂവുണ്ടാകണം, ഇതിൽ കാണണം എന്നുള്ളത്. ഒരു 2-3 വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന. ഇത് ഒത്തിരി ഇടത്ത് ഞാൻ കൊണ്ടുവച്ചു. ഒരിടത്ത് നട്ടു, എന്നിട്ട് അവിടെ ശരിയാകുന്നില്ലെന്ന് കാണുമ്പോൾ അവിടെ നിന്നെടുത്ത് മാറ്റി നടും. അങ്ങനെ മാറ്റി നട്ട് ആദ്യം വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോട്ടാണ് പടർത്തിയത്. പക്ഷേ അവിടെ വെയിലിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നത് പൂക്കളായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ചരിപ്പ് പോലുണ്ട്, ഇതുണ്ടോ? ആ ചരിപ്പിൻ്റെ സൈഡിലായിട്ട് ചാക്കിനകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്തൊരു പൈപ്പ് കൊടുത്തു. ആ പൈപ്പേ കൂടെ ഇങ്ങനെ കെട്ടിവിട്ടിട്ട് ഈ ഷീറ്റിൻ്റെ മുകളിലോട്ട് പടർത്തി. അന്നേരം നല്ല വെയിലും സൂര്യപ്രകാശവും ഉണ്ട്. അന്നേരം ഇവിടോട്ട് മാറ്റിയപ്പോഴത്തേന് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി ഇതിൻ്റെ നല്ല മാറ്റങ്ങൾ. നല്ല ഭംഗിയായിട്ട് ഇതിനൊത്തിരി തണ്ടും അതും ഇതൊക്കെ വെച്ച് നന്നായിട്ട് പൂവിട്ട് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ. നോക്കിയേ, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.